ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് രണ്ട് അപരാധ സിനിമകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ രണ്ട് സിനിമകൾ നിങ്ങൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരിസരത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരുടെയും എന്താ പറയുക, എല്ലാവരുടെയും ഒരു ടേസ്റ്റുകൾ സെയിം ആയിരിക്കില്ലല്ലോ. പക്ഷെ എനിക്ക് ഈ രണ്ട് സിനിമകളും അപരാധമായിരുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സിനിമ, രണ്ട് സിനിമകളാണ് കണ്ടിട്ടുള്ളത്, രണ്ട് സിനിമകളുടെ റിവ്യൂ ആണ്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് സിനിമയാണ്. ഒരു കോമഡി, ഡ്രാമ, റൊമാൻറ്റിക് വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ്. ഇതിൽ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ബാങ്ക് റോബറി, അതേ തുടർന്നുണ്ടാകുന്ന കുറേ കോപ്രായങ്ങൾ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് ആ ബാങ്ക് എന്താ പറയുക മോഷണം ചെയ്യാൻ പോകുന്നത്, ഈ നായകനും കൂട്ടുകാരും ഒക്കെ എന്തിനാണ് ഇതിന് പോകുന്നത്, ഇതിൻ്റെ പിന്നിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നതാണ്. കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കണ്ടു നോക്കുക. കോമഡിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്, ഒരു ലോജിക്കും ഇല്ലാണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് വരുന്നുള്ളതാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സത്യപരമാണ് 2 മണിക്കൂർ 7 മിനിറ്റ് കൊണ്ട് സിനിമ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് ഇങ്ങനെ വെറുതെ വലിച്ചേച്ച് കൊണ്ടുപോകാണ്, എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് ഒരു ലോജിക്കും ഇല്ല. വെറുതെ ടൈം ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയുടെ പേര് വരുന്നത് ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്, ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ്. അപ്പോൾ സിനിമ ഇപ്പോൾ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. രണ്ടാമത്തെ സിനിമ എന്നുള്ളൊരു മലയാള സിനിമയാണ്. കഴിഞ്ഞ ദിവസം സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത സിനിമയാണ്. കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് എന്ത് പടം എന്ന് വിചാരിക്കും. സിനിമ കണ്ടു കഴിയുമ്പോൾ സിനിമ തുടങ്ങി മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇത് എന്തെന്നാണ് ഇവർ കാണിച്ചു കൂട്ടുന്നതുള്ളൊരു മൈൻഡ് നമുക്കും ഉണ്ടാകും. ആ രീതിയിലാണ് സിനിമയുടെ ആ ഒരു കഥ മുന്നോട്ട് പോകുന്നതാണ്. പറയാ, ഒരു നാട്, ഒരു സാങ്കല്പിക നാട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ലോജിക്കൊന്നും നോക്കരുതെന്നും പറയുന്നുണ്ട് സിനിമ കാണുന്ന സമയത്ത്. ഒരു എന്താ പറയുക, ബാക്ക് വോയിസ് വരുന്ന ഇതിൻ്റെ കഥ പറയുന്ന ഒരു വോയിസ് സുരാജ് വെഞ്ഞാറമൂണ്ടാണ്. ഒരു സാങ്കല്പിക ഗ്രാമത്തിലെ 2 തൊഴിലുറപ്പ് ടീം, അതായത് തൊഴിലുറപ്പ് പോകുന്ന സ്ത്രീകൾ 2 ടീമായിരിക്കും. അവർ തമ്മിലുള്ള അടിപിടി എന്താ പറയുക സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ പിന്നീട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ വേറൊരു സംഭവം വരികയാണ്. ഷഡ്ഡി കട്ട് കൊണ്ടുപോകുന്ന കള്ളൻ. ഒറ്റ വീട്ടിലും ഷഡ്ഡി എന്താ പറയുക, ഷഡ്ഡി ഇടാൻ എനിക്ക് പറ്റില്ല. ആ ഒരു കൺസെപ്റ്റിലാണ് ആരാണ് ഈ ഷഡ്ഡിക്കള്ളൻ, എന്തിനാണ് ഈ കക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചൊരു സിനിമയാണ്. വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഏകദേശം 2 മണിക്കൂറും 2.5 മണിക്കൂർ 2 മണിക്കൂർ 30 മിനിറ്റ് ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇവർ കോമഡിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ലുക്മാൻ അതിൻ്റെ ഇടയിൽ കൂടെ 1-2 എന്താ പറയുക 1-2 സീനിൽ വന്നു പോകുന്നുണ്ട്. ഒരാവശ്യമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. വെറുതെ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് സിനിമ തോന്നിയിട്ടുള്ളത്. അപരാധം, 2 അപരാധങ്ങൾ, ഒന്ന് തമിഴിലും ഒന്ന് മലയാളത്തിലും. കുണ്ടന്നൂരിലെ കുൽസിത ലഹള, അതുപോലെ തന്നെ ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന സിനിമ. അപ്പോൾ ഈ 2 സിനിമയും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇപ്പോൾ കുറേ സിനിമകൾ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ട്, സിനിമകളും സീരീസുകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് ഇതുപോലെ റിവ്യൂസ് നിങ്ങൾ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. OTT അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഇന്ന് മുതൽ എന്തെല്ലാം അതിൻ്റെ പ്രോപ്പർ ടൈമിൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് അപ്ഡേറ്റുകളും റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.